Hi dear students and parents. വിവിധ എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സൈലം എൻട്രൻസ് ഇൻഫോ സീരീസ് സീസ് എന്നുള്ള പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. ആ വീഡിയോ സീരീസിലെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നീറ്റിന്റെ റോഡ് മാപ്പ് എന്നാണ് ഞാനൊരു വീഡിയോക്ക് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം പല കുട്ടികളും നീറ്റ് പരീക്ഷ എഴുതുന്നു, 2026 നീറ്റ് പരീക്ഷ എഴുതുന്നു. അതിൽ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ കുട്ടികളുണ്ട്, ഒന്നിലധികം പ്രാവശ്യം എഴുതിയ കുട്ടികളുണ്ട്. പക്ഷെ പലർക്കും ഇതിന്റെ പ്രൊസീജിയർ എന്താണ്, ഇനി എന്താണ്, പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയില്ല. അപ്പൊ അതിന്റെ ഒരു ധാരണ തരാനാണ് ഈ ഒരു കൊച്ചു വീഡിയോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് നീറ്റിന്റെ റോഡ് മാപ്പിൽ ആദ്യമായിട്ട് വരുന്ന നീറ്റിന്റെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2026 മെയ് 3 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:20 വരെയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. ഏകദേശം 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ആ ഒരു തീയതിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് നേരത്തെ ഒരു ധാരണ ഉണ്ടാവുന്നത് വളരെ ഗുണകരമാവും. അപ്പൊ നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് മെയ് ലാസ്റ്റ് വീക്കിൽ അതിന്റെ നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ പ്ലസ് OMR ഷീറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പൊ നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റേസ് ചെയ്യാനുള്ള സമയമായിരിക്കും മെയ് ലാസ്റ്റ് വീക്ക്. അപ്പൊ മെയ് 3 പരീക്ഷ നടക്കുന്നു. മെയ് ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഇതിന്റെ ആൻസർ കീസും OMR ഷീറ്റും അവൈലബിൾ ആവുന്നു. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ സംഭവിച്ച എന്തെങ്കിലും കറക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്ഷൻസ് റേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. പിന്നെയാണ് നിങ്ങൾക്ക് ഒരു ജൂൺ പകുതിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡേറ്റ് നമുക്ക് അറിയില്ല, എന്നാലും ഏകദേശം ജൂൺ പകുതിയോട് കൂടിയിട്ട് എന്ന് പറയാം, നമുക്ക് അതിന്റെ സ്കോർ കാർഡ്, ഓൾ ഇന്ത്യ റാങ്ക്, കാറ്റഗറി റാങ്ക് വരുന്നത്. ആദ്യം വരുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ആണ്. വിവിധ സംസ്ഥാനങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പിന്നീടാണ് വരുന്നത്. ഈ ഓൾ ഇന്ത്യ റാങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിലുള്ള റാങ്കുകളാണ് വേണ്ടത്. ഒന്ന്, 2 രീതിയിലുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകൾ തന്നെ 2 രീതിയിലുള്ള റാങ്കുകളുണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ റാങ്ക് വേണം, പിന്നെ അതാത് സ്റ്റേറ്റ്, അതായത് സംസ്ഥാനങ്ങളുടെ റാങ്ക് കൂടെ വേണം. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഓൾ ഇന്ത്യ റാങ്ക് എത്ര വരെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കോളേജിൽ കിട്ടുക കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് ഒരു ജൂൺ പകുതിയോട് കൂടിയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ അതിന് മുന്നേ വന്നേക്കാം. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ജൂലൈ ആദ്യ വാരത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ജൂൺ അവസാന വാരം, ജൂലൈ ആദ്യ വാരത്തോട് കൂടിയിട്ട് AIQ സ്റ്റാൻഡ് ഫോർ ഓൾ ഇന്ത്യ ക്വാട്ട, MCCയുടെ ഓൾ ഇന്ത്യ ക്വാട്ട കൗൺസിലിംഗ് തുടങ്ങും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഈ എല്ലാ സംസ്ഥാനത്തും, ഇപ്പൊ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഏത് സംസ്ഥാനത്ത്, തമിഴ്നാട് ആയിക്കഴിഞ്ഞാലും, ആന്ധ്രാപ്രദേശ് ആയിക്കഴിഞ്ഞാലും, തെലങ്കാന ആയിക്കഴിഞ്ഞാലും, മഹാരാഷ്ട്ര ആയിക്കഴിഞ്ഞാലും, ഒറീസ ആയിക്കഴിഞ്ഞാലും, ഏത് സംസ്ഥാനത്തെയും 15% സീറ്റുകൾ നിങ്ങൾ ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മുടെ നീറ്റ് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ? മുമ്പ് ഓരോ സംസ്ഥാനത്തും പോയിട്ട് ഓരോ പരീക്ഷ എഴുതണമായിരുന്നു, അല്ലെ? ഇപ്പോഴെന്താ? ഇപ്പോഴും കൃത്യമായിട്ട് ഒറ്റൊരു പരീക്ഷ എഴുതിയാൽ മതി. നമ്മുടെ നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്ത്, ഇന്ത്യയിൽ ഏത് നിങ്ങൾ കാശ്മീരിൽ പോയി പഠിക്കണോ പഠിക്കാം, ആന്ധ്രാപ്രദേശ് പഠിക്കണോ പഠിക്കാം, ബീഹാറിൽ പഠിക്കണോ അവിടെ പഠിക്കാം, എവിടെ വേണമെങ്കിലും പഠിക്കാം. അവിടത്തേക്ക് 15% സീറ്റിലേക്കുള്ള ഈ അലോട്ട്മെന്റ് പ്രോസസ്സിനാണ് ഓൾ ഇന്ത്യ ക്വാട്ട അഡ്മിഷൻ എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ ക്വാട്ട അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അത് നടത്തുന്ന MCC ആണ്. അപ്പൊ ബാക്കി നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ തമിഴ്നാട്ടിലെ 15% സീറ്റ്സ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ തമിഴ്നാട്ടിലെ 15% സീറ്റ്സ് കഴിഞ്ഞാൽ ബാക്കി 85% സീറ്റുകൾ തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് മാത്രമായിരിക്കും. അതുപോലെ കർണാടകത്തിലെ 15% സീറ്റുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ബാക്കി അവിടുത്തെ 85% സീറ്റുകൾ ആർക്കായിരിക്കും? കർണാടകത്തെ കുട്ടികൾ. ഈ കാര്യം ക്ലിയർ ആയല്ലോ? അതായത് ഏത് സംസ്ഥാനം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തെയും മികച്ച കോളേജുകൾ എന്തൊക്കെയാണ്, അവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ തുടർന്നുള്ള നമ്മുടെ വീഡിയോ സീരീസിൽ വരും, മറക്കാതെ കാണുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മനസ്സിലായല്ലോ? ജൂലൈ ആദ്യ വാരത്തോട് കൂടിയിട്ട് ഓൾ ഇന്ത്യ ക്വാട്ട കൗൺസിലിംഗ് ആരംഭിക്കും. അതിനെ തുടർന്ന് സ്റ്റേറ്റ് ക്വാട്ട കൗൺസിലിംഗ് ഉണ്ടാവും. അപ്പൊ സ്റ്റേറ്റ് ക്വാട്ട കൗൺസിലിംഗ് നടത്തുന്നത് നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണറാണ്. ഓൾ ഇന്ത്യ ക്വാട്ട MCC വെബ്സൈറ്റ് വഴിയാണ് നടക്കുന്നത്. അപ്പൊ ഈ 2 കൗൺസിലിംഗ് പ്രോസസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഈ 2 കൗൺസിലിംഗ് പ്രോസസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം. കാരണം നമുക്ക് ഒരു സ്റ്റേറ്റ് മാത്രമായിട്ട് മാറ്റി നിർത്തുകയോ ഓൾ ഇന്ത്യ ക്വാട്ട മാത്രം മാറ്റി നിർത്തുകയോ, യു കാൻ പാർട്ടിസിപ്പേറ്റ് ബോത്തിൽ. ഏതിലൊക്കെ? നമ്മുടെ ഓൾ ഇന്ത്യ ക്വാട്ട കൗൺസിലിംഗ് ആൻഡ് സ്റ്റേറ്റ് ക്വാട്ട കൗൺസിലിംഗ്. എന്നാലേ നിങ്ങളുടെ സീറ്റിനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ സീറ്റ് അലോട്ട്മെന്റ് ആണ്. നിങ്ങൾ ലക്കി ആണെങ്കിൽ, നിങ്ങൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും മികച്ച റാങ്ക് ഈ പ്രാവശ്യം നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ റൗണ്ടുകളിൽ തന്നെ ഏറ്റവും മികച്ച
കോളേജുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇതാണ് സീറ്റ് അലോട്ട്മെന്റ് റൗണ്ട്. സീറ്റ് അലോട്ട്മെന്റ് റൗണ്ടും ജോയിനിങ് റൗണ്ടും ഉണ്ടാവും. കൃത്യമായിട്ട് ഇന്ന ഡേറ്റിന് ജോയിൻ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇവിടെ മുതൽ അങ്ങോട്ട് വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധ ഇതിൽ വേണം. ഓൾമോസ്റ്റ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത് സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഒക്ടോബർ ആ സമയത്തൊക്കെ ആയിരിക്കും ക്ലാസ് തുടങ്ങുന്നതും ഒക്കെ ഒക്ടോബർ മാസത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഇവിടെ മുതൽ സാധാരണത്തിൽ നമ്മൾ പറയും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. അപ്പൊ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു അബദ്ധധാരണയാണ്, തെറ്റിദ്ധാരണയാണ്, എന്റെ നീറ്റ് പരീക്ഷ ഒക്കെ കഴിഞ്ഞു, അതായത് മെയ് 3-ാം തീയതി പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. പക്ഷെ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാരണം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ 1ാമത്തെ റാങ്ക് കിട്ടിയാൽ പോലും ഈ പരീക്ഷ എഴുതി റാങ്ക് കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. യു മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ കൗൺസിലിംഗ് പ്രോസസ്. ഈ പറഞ്ഞിരിക്കുന്ന MCC അലോട്ട്മെന്റിലും സ്റ്റേറ്റ് അലോട്ട്മെന്റിലും നിങ്ങൾ പങ്കെടുത്താൽ മാത്രമേ, ഗവൺമെന്റ് ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ 1ാം റാങ്ക് കിട്ടിയ ആളാണല്ലോ ഇതാ നിങ്ങളുടെ സീറ്റ് എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ വീഡിയോസും വ്യക്തമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ മെയ് 3-ാം തീയതി പരീക്ഷ നടക്കുന്നു. ഈ റോഡ് മാപ്പ് ഇവിടെ ഇതാ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. മെയ് 3-ാം തീയതി പരീക്ഷ നടക്കുന്നു. അതിനുശേഷം നമുക്ക് മെയ് അവസാന വാരത്തോടു കൂടിയിട്ട് ആൻസർ കീ OMR ഷീറ്റ് ഒക്കെ വരുന്നു. പിന്നെ നമുക്ക് റിസൾട്ടും റാങ്കൊക്കെ പ്രഖ്യാപിക്കുന്നത് 2 രീതിയിൽ റിസൾട്ട് റാങ്ക് വേണം. ഒന്ന് ഓൾ ഇന്ത്യ ലെവലിലും വേണം, സ്റ്റേറ്റ് ലെവലിലും വേണം. അത് വരുന്നത് ജൂൺ മാസത്തോട് കൂടിയിട്ടാണ് റിസൾട്ട് റാങ്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം കാറ്റഗറി റാങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ കാറ്റഗറി ഉണ്ട്, OBC അല്ലെ, OBC NCL കാറ്റഗറി, ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറിയിലുള്ള റാങ്ക് ഉണ്ടാവും. അത് നമുക്ക് അഡ്മിഷൻ അലോട്ട്മെന്റിന് കുറച്ചും കൂടെ സഹായമാവും ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എത്രയാണോ റാങ്ക് കിട്ടിയത് അത് വെച്ച് കൃത്യമായിട്ടുള്ള ഒരു അലോട്ട്മെന്റ് ചാർട്ട് ഉണ്ടാക്കണം. ഈ അലോട്ട്മെന്റ് ചാർട്ട് എന്ന് വെച്ചാൽ എന്താ, എത്ര കോളേജുകളുണ്ട്, ഒരുപാട് കോളേജുകളില്ലേ, പല സംസ്ഥാനത്താണ്. അപ്പൊ ഏതൊക്കെ കോളേജിലേക്ക് കൊടുക്കണതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഒരു അലോട്ട്മെന്റ് ചാർട്ട് ഉണ്ടാക്കുക. ആ അലോട്ട്മെന്റ് ചാർട്ട് ഉപയോഗിച്ച് നിങ്ങൾ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കണം. 2 തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ MCC കൗൺസിലിംഗും സ്റ്റേറ്റ് ലെവലില് അതാത് സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗും. അപ്പൊ 2ലും പങ്കെടുത്താൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പാണ് സീറ്റ് അലോട്ട്മെന്റ്, കോളേജ് ജോയിനിങ്ങും. അത് സെപ്റ്റംബർ അവസാനം ഒക്ടോബർ മാസത്തോടുകൂടി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡേറ്റുകളിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വരുന്ന വീഡിയോസ് ആയാലും എൻട്രൻസ് ഇൻഫോ സീരീസ് വീഡിയോസ് കൃത്യമായിട്ട് കാണാം. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.